90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. എം ജി അങ്ങളെ, നമ്മുടെ സെക്കൻഡ് പൊസിഷൻ വന്ന തേക്കൂട്ടൻ, നമ്മുടെ തേക്കൂട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ അവനെ. പിന്നെ വെൽക്കം തേക്കൂട്ടൻ ഓൺ സ്റ്റേജ്. തേക്കൂട്ടാ, ശബ്ദമൊക്കെ ഉറച്ചു വന്നു. കുറച്ച് വന്നു. അപ്പൊ ഒന്ന് ഹലോ എന്ന് വിളിച്ച എല്ലാരെ. ഹലോ. ആ കൊള്ളാമല്ലോ. ബാക്കി എല്ലാവർക്കും സുഖം തന്നെയല്ലോ? എല്ലാവർക്കും സുഖം തന്നെ. ആർക്ക്? എല്ലാവർക്കും. അനുമേമിന് മാത്രം അറിയാം സത്യല്ലാന്ന് അല്ലേ? അനുമേമേ വേറെന്താ കഥ? അനുമേമ എന്റെ കൂടെ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതെ തീർച്ചയായും. എന്താണ് സത്യം? വേറെന്താ സത്യം? ഒന്നും സത്യമില്ല. ഒന്നും സത്യല്ല. അതെ അതാണ് സത്യം. അതാണ് സത്യം. ഇപ്പൊ ആരുടെ കൂടെയാ പാട്ട് പാടാൻ പോണത്? ദേവനന്ദന്റെ കൂടെ. ദേവനന്ദന്റെ കൂടെ. വെൽക്കം MS സുപ്പു ഓൺ സ്റ്റേജ്. നിനക്കിപ്പോ എത്ര വയസ്സായി? എനിക്ക് 13. 13. മോക്കോ? 13. രണ്ടുപേരും 13. മുകേഷ്, ഇതെന്താ മുകേഷ് ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവളെപ്പരം ഡുവറ്റ് ആടുമ്പോ സ്റ്റോളിട്ട് തോന്നുന്നു. അല്ല, അത് ഇനിയിപ്പോ കാണുന്നവരൊക്കെ ചോദിക്കും എന്തൊരു കോമ്പിനേഷൻ. ഞാൻ പറയാൻ വരുമായിരുന്നു. ഏത് പാട്ടാണ്? മണിക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞ്. അയ്യോ, അത് ഭയങ്കര കുഴപ്പമാട്ടോ. ഓരോ വരി ഓരോ വരി ഓരോ വരി ഓരോ വരി, പിന്നെ തിരിച്ചു വരും, പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവും, പിന്നെ അതിനിടയിൽ ഒരു സംഗതിയുണ്ട്. ഞാൻ പേടിപ്പിച്ച പുള്ളി ആരെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തുടങ്ങിക്കോ, പൊളിച്ചോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മാണിക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം, താലിട്ടടച്ചാൽ താലി തുറക്കും തങ്കത്തിൻ കൊട്ടാരം. കുളിരമ്പിളി കൊമ്പനാവണി തുമ്പിയമയ്യണി കണ്ണുമാവലി നിൽക്കണമായ കൊട്ടാരം, നിന്റെ മോഹക്കൊട്ടാരം. മാണിക്കല്ലാൽ മേഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം, താലിട്ടടച്ചാൽ താലി തുറക്കും തങ്കത്തിൻ കൊട്ടാരം. കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം. ചം 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 ചം.
തിളക്കം കാതിൽ മൂളിപ്പാട്ടിൻ വളക്കിലുക്കം നീലന്തിക്ക് ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട പൂക്കുല തോൽക്കും ഗന്ധം കണ്ണിൽ മിന്നാട്ടം മിന്നുന്ന തിളക്കം കാതിൽ തോണിപ്പാട്ടിൻ വളക്കിലുക്കം നീലന്തിക്ക് ചെന്തെങ്ങിൻ ചെമ്മുകിൽ ചാന്തിട്ട് പൂക്കുല തോൽക്കും ഗന്ധം മാറിൽ ചെല്ലു നിലാവോ മഞ്ഞൾ കുഴമ്പോ താമരമൊട്ടോ മാമയിൽ പീടിപ്പൂ കാവടിയോ മാറുവില്ലോലും പകൽ മുകിലോ കാണാച്ചെപ്പിൻ കുങ്കുമമോ മുത്താചുണ്ടത്ത് മുത്തങ്ങളാ മാണിക്യക്കല്ലാൽ മെഞ്ഞുമെനഞ്ഞ് മാമണിക്കൊട്ടാരം തായിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരമ്പിളി തുമ്പനും ആവളി തുമ്പിയും മയ്യടി കണ്ണുമായി കാവലി നിൽക്കണമായ കൊട്ടാരം എന്റെ മോഹ കൊട്ടാരം മായ കൊട്ടാരം എന്റെ മോഹ കൊട്ടാരം ഗംഭീരമായിരുന്നു. താങ്ക് യു സാർ. സൂപ്പറായിട്ട് പാടി. നിങ്ങൾ രണ്ടുപേരും തോപ്പം പാടി. നന്നായിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നു ശരിക്കും പാട്ടെന്ന് പറഞ്ഞാൽ. സാധാരണ യൂഷ്വൽ ഡിവറ്റ് പോലായിരുന്നു. പഠിച്ച് ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ടേക്കിന് പോകുമ്പോഴത്തേക്ക് ശശിയേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഡിവിഷൻ ഒരു യൂഷ്വൽ ഡിവിഷനായിട്ട് ഫീമെയിൽ മെയിൽ എന്ന് വേണ്ട, നമുക്ക് മാറി മാറി ഇടാന്ന് പറഞ്ഞിട്ട് മാറി മാറി അങ്ങോട്ട് ഇട്ടു. ഓ എണ്ണാന്ന് വരച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഓർഡർ ഉണ്ടല്ലോ സാധാരണ. ആ ഓർഡറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓർഡറാണ് ഇതിനകത്തുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതിന് ശേഷം പറഞ്ഞുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ട് തോന്നിയത്. ഇത് ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ 1 2 ഗാനമേളയ്ക്കേ പാടിയുള്ളൂ. ആ 2 ഗാനമേളയ്ക്കും തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. തേക്കുട്ടാ അസാധ്യമായിട്ട് പാടി രണ്ടുപേരും കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ സ്വർണ്ണലത ചേച്ചി പോലെ തന്നെ വളരെ യുണീക്ക് വോയിസ് ആണ് മോൾക്ക്. മോളുടെ ഫീലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തേക്കുട്ടൻ നമ്മുടെ ഭാവഗായകനാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ തേക്കുട്ടനോടൊപ്പം ഇങ്ങനെ കോമ്പറ്റീഷൻ പോലെ രണ്ടുപേരും അസാധ്യമായി ഒന്നിലൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും പൊളിച്ചടുക്കി. താങ്ക് യു ആ സാർ. ഡ്രസ്സും നല്ല മാച്ചിങ്, പാട്ടും നല്ല മാച്ചിങ്, വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. നിങ്ങൾ രണ്ടുപേരും നല്ല കെമിസ്ട്രി ആയിരുന്നു. അഭിനയത്തിനകത്താണെങ്കിലും പാട്ടിനകത്താണെങ്കിലും ഒരു കെമിസ്ട്രി ഇല്ലെങ്കിൽ രണ്ടും മുഴച്ചു നിൽക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ വളരെ ആ കോമ്പിനേഷനൊക്കെ വളരെ ലയിച്ച് പോയിട്ടുണ്ട്. രണ്ടുപേരും ഗംഭീരം. താങ്ക് യു സാർ. അങ്കിള് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ 50th എപ്പിസോഡൊക്കെ ആയിട്ട് തേക്കുട്ടന്റെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി രണ്ടുപേർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. ഇനി നമ്മുടെ ആൻകുട്ടി എത്താണ്. വെൽക്കം ആൻ ബെൻസൺ ഓൺ സ്റ്റേജ്. ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയാണല്ലോ പറഞ്ഞേ. അയ്യോ കോമഡി. ആരാ ആൻ്റെ കൂടെ പാടുന്നേ? സൂര്യനാരായണൻ. സൂര്യ. അങ്ങളെ ഇതാണ് നമ്മുടെ ആൻകുട്ടി. ഏത് പാട്ടാ പാടുന്നേ? അഴകേ നിൻമിഴിയിൽ ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ പാട്ട് കേൾക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പരം, കുടങ്ങയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം, ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിലും ഇണയഴകാമെന്നഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ.
തിരയലകളുലയുമ്പോ തരിവളയിളകും തിരയിൽ നിൻമൊഴി കേൾക്കേ ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി ഈഴാം കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി രാവിൻ ഈണവുമായി ആരോ പാടുമ്പോൾ ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിലുമിണയഴകാമെന്നഴകേ അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ പൂന്തുറയാകെ ചാകരയിൽ മുഴുകുമ്പോൾ പൊന്നല ചൂടി പാമരവുമിളകുമ്പോ കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പോകാം നീ എൻ കിന പാലാഴിയിൽ നീരാടിവായോ കാണാ കടലൊളിയിൽ മേലേ പൂമുടിയിൽ ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിലുമിണയഴകാമെന്നഴകേ അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നുംബരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിലുമിണയഴകാമെന്നഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ. നിന്റെ ശബ്ദം സൂപ്പറായിട്ടുണ്ട്, കേൾക്കാൻ മനോഹരമായിട്ടുണ്ട്. നൗ എന്താണ് ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് നിനക്ക് കയറാം. അതുപോലെ തന്നെ മോളും യു ആർ ടു പ്രൊഫഷണൽ. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. സൂപ്പർ, രണ്ടുപേരും ഒന്നിനൊന്ന്. താങ്ക് യു അങ്കിൾ. നൈസ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. It is really, you have changed. Your voice is really so beautiful. എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് വോയിസിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വരുന്ന എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രണ്ടുപേരും ഉഗ്രനായിട്ട് പാടി. ഞാനെപ്പോഴും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സൂര്യയുടെ ശബ്ദം നല്ല ശബ്ദമായിട്ട് വരികയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തായാലും രണ്ടുപേരും കലക്കി നന്നായിട്ട് പാടി. താങ്ക് യു അങ്കിൾ. സൂര്യ, ഈ മോന്റെ പ്രായത്തിലുള്ള ഒരാള് ഇങ്ങനെ ഒരു സൗണ്ട് മാറ്റം വരുമ്പം ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. വൈദ്യശാസ്ത്രം പോലും ഇങ്ങനെ ഞെട്ടി നിൽക്കത്തേ ഉള്ളൂ, ഒത്താലൊത്ത്. പക്ഷേ മോൻ ഭയങ്കരമായ ഭാഗ്യവാനാണ്. ഇത്രയും മനോഹരമായ ഒരു ശബ്ദത്തിലേക്കാണ് വന്നത്. ശ്രീകുട്ടാ, നമ്മളുടെ ഈ കോവിഡ് കാരണം ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ലോകം മുഴുക്കെ അനുഭവിക്കുന്നുണ്ട്, നമ്മളും അനുഭവിക്കുന്നുണ്ട്. അതെ. എന്നാൽ ചില നല്ല കാര്യങ്ങളുണ്ട്. ചിലത് അതിലൊന്നാണ് ആ കോവിഡ് അല്ലായിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങളെ വിളിക്കുന്നു സൂര്യ ആൻ എന്ന് വിളിച്ചിട്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കും, ആരും വരുന്നില്ല. ഒന്നുകൂടെ വിളിക്കും, വരുന്നില്ല. അപ്പോൾ പിന്നെ അതിനുശേഷം ഒരാൾ വന്നിട്ട് പറയും അവരിപ്പോൾ വരുവേ, അവർ കാക്കനാട്ടൊരു ഗാനമേള നിൽക്കുക, ഇപ്പം വരും.
പുറത്ത് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ എല്ലാം ഇവിടെ കിട്ടി. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നല്ല പാട്ട്. എല്ലാം ജഡ്ജസ് വളരെ നല്ല ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു ആസ്വാദകനായിട്ട് ഇവിടെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ആലാപന വീതിയിൽ അനുഗ്രഹം ചൊരിഞ്ഞ നമ്മുടെ സ്വന്തം അനു ചേച്ചിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാം. വെൽക്കം അനു ചേച്ചി ഓൺ സ്റ്റേജ്. ശശികല ചാർത്തിയ ദീപാവലയം നിശയൊരു കാർത്തിക വർണ്ണാഭരണം കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തൊഴുകൈത്തിരി വിടരും യാമം വരമരുളു പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം വരലക്ഷ്മി കോലം പറയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്ന മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവിയെ നാം ഒരുക്കി താരണിത്താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഇളത്തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാഴ്ചിലങ്കകൾ നാഗവീചികൾ തെരുതെരു കിലുകില ചിലുചില ദേവി തം തനനന തനാനന തം തനനന തം തനനന തനാനന തം തനനന തം തനനന തനാനന തം തനനന തം തനനന തനാനന തം തനനന. മധുങ്ങളെ, ഓ ഇനി വരാൻ പോണത് ആരാണെന്ന് അറിയോ? ആരാ? ഇനി നമ്മുടെ ദേവനെ കുട്ടി വരികയാണ്. അപ്പൊ ഒരു ഓഫർ ഉണ്ട്, നമുക്ക് നേരത്തെ കിട്ടിയ ഫ്രീ ഉള്ള നമ്മുടെ ശ്രീഹരിനെ ഫ്രീ കിട്ടും. അപ്പൊ കുറെ നാളായാലും ശ്രീഹരി കണ്ടിട്ട്. അതെ, വിളിക്കട്ടെ. വെൽക്കം ശ്രീഹരി കുട്ടൻ ആൻഡ് ദേവന കുട്ടി ഓൺ സ്റ്റേജ്. ശ്രീഹരിക്കുട്ടാ, കൊറേ നാളായാലും ഈ മുഖം ഒന്ന് കണ്ടിട്ട്. അയ്യോ, അതെ അതെ. ശ്രീഹരിക്കുട്ടൻ ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട് സംഗതിയൊക്കെ വിടുകളാ സാറേ. ഞാനും അതുപോലെ കൃഷ്ണൻ സാറിന്റെ ഈ സംസാരം പിന്നെ മുഖവും കണ്ടിട്ട് കൊറേ നാളെ. ആണോ? ശരിക്കും അങ്ങനെ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? എല്ലാ ജഡ്ജസുമാരെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഭയങ്കര കാർണവർ സ്റ്റൈലിലാണല്ലോ വന്നിരിക്കണേ. മുണ്ട കൊടുത്ത് നല്ല വലിയ വാച്ചൊക്കെ കെട്ടി മ്യൂറൽ പെയിന്റിംഗ് ഉള്ള ഷർട്ട് ജുബയൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിരിക്കണേ. ദേവനക്കുട്ടി വലിയ പൂവാണല്ലോ തലയില്. അയ്യോ, അതെ. അമ്മേന്റെ കുടുംബശ്രീന്റെ ഒരു ആന്റിമാർ വാങ്ങിച്ചതാ. ആണോ? ഓഹോ, വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. നല്ല ജോഡികളായിട്ടുണ്ട് ഇന്ന് രണ്ടുപേരും. നല്ല ജോഡിയായിട്ടുണ്ട്. ഏതാണ് ഈ ജോഡി പാടാൻ പോകുന്ന പാട്ട്? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ആഹാ, ഓ അതാണ് കൃഷ്ണന്റെ പടമുള്ള ജുബ കിട്ടിട്ട് വന്നിരിക്കണേ. കൊള്ളാം കൊള്ളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
തിരുനാടകശാലൈ ചേർന്നു നിൽക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലൈ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരല ഇളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ ഇന്ദു പരിഭവം മെല്ലയോതി വന്നുവോ ഉണ്ണിക്കണ്ണനോടു നീ ഹിന്ദു പരിഭവം മെല്ലയോതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ പ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ ജഡ്ജസ് ഇനി നമ്മുടെ കുട്ടി കുറുമ്പന്മാരെല്ലാരും കൂടി ഒരുമിച്ച് വരികയാണ്. വിളിക്കട്ടെ? അപ്പൊ വെൽക്കം ഓൾ. വെൽക്കം ഓളോ ഇത്ര പേര് വെച്ചാണോ ഷോ നടത്തുന്നത്? അല്ല, കുട്ടി കുറുമ്പന്മാരല്ലേ? ടോപ്പ് സിംഗറിലെ 4 ആൺതരികള്. അതന്നെ, ആൺതരികള് വരികയാണ്. എന്താ പറയുന്നത് സാറേ? സുഖാണോ സാറേ? ഓ, അപ്പൊ ഈ 4 കുട്ടികൾ ഒരുമിച്ച് ഒരു പാട്ടാണോ പാടുന്നത്? ഉന്നം മറന്നു തന്നെ. ഓ, 4 കുമാരന്മാർ ഒരുമിച്ച് പഠിക്കാൻ പോലെ. മിനുട്ടി, ഒരു ചോദ്യം. come on. കോഴിയുടെ മുട്ടയ്ക്ക് വെള്ള നിറം, അങ്ങനെയാണെങ്കിൽ വവ്വാലിന്റെ മുട്ടയുടെ നിറം എന്താണ്? പെട്ടെന്ന് പറയണം. വെള്ള നിറം. പേര് പിന്നെ സമ്മതിച്ചു തന്നിരിക്കും. മോൻ പാടിക്കോ. വവ്വാല് മുട്ടയിലല്ലോ ഇടുന്നത്. വവ്വാൽ മാമലല്ലേ? വെരി ഗുഡ് മീനോട്ടി. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഈ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം മാറി. ഓക്കെ. എടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായത് പറഞ്ഞപ്പോഴല്ലേ പെട്ടെന്ന് ക്ലിക്ക് ആയത്? ഗുഡ് ബോയ്സ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മിനുട്ടി, വേണ്ട, ഇല്ല. നല്ലതാണ് കേട്ടാ, ആരോഗ്യത്തിന് നല്ലതാണ് വവ്വാൽ മുട്ട. താങ്ക് യു. ആയിക്കോട്ടെ. ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ വെറുതെ
பதித்த மூரல் மூரல் நெருக்கி இறுக்கி செருக்க எரிக்குமாறல் ஆறல் ஒழுத்து மறைத்த வளத்தை எடுக்க தேடல் தேடல் உருக்கியா நட்சத்திர தூரல் தூரல் கிழக்கியா என் அழகின் சாரல் சாரல் ஒழுத்து மறைத்த வளத்தை எடுக்க தேடல் தேடல் உருக்கியா நட்சத்திர தூரல் தூரல் கிழக்கியா என் அழகின் சாரல் சாரல் ടോപ്പ് സിംഗറിന്റെ കൊച്ചു മിടുക്കന്മാര് എന്നും എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഫ്ലവേഴ്സ് ചാനലിന്റെ എല്ലാമായ ചെയർമാൻ ഗോകുലം ഗോപാലൻ അങ്കിള്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും കൈ നിറച്ച് സമ്മാനമൊക്കെ ആയിട്ടാണ് വരാറ്. അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്കിൾ കുറെ സമ്മാനമൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സമ്മാനമൊക്കെ തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഈ സന്തോഷമൊക്കെ പങ്കിടാനും നമ്മുടെ സമ്മാനങ്ങളൊക്കെ നൽകാനും വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപാലങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അങ്കിൾ. അയ്യോ അതുകൊണ്ടൊന്നും കിട്ടില്ല. ഞാൻ രാവിലെ വന്നപ്പോ വാങ്ങിച്ചില്ല, അതുകൊണ്ട് ഇപ്പൊ വാങ്ങിച്ചു. ഒരു വീഴ്വക്കം. ഞാൻ എപ്പോ കണ്ടാലും വായിക്കാറുണ്ട്. ചോദിച്ചോദിക്കോ എപ്പോ കണ്ടാ സിനിമ ആദ്യം സിനിമ കയറ്റി ഞാനാ. അതെ അതെ. അങ്ങളെ നമ്മുടെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ 50th എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇത് 50th എന്ന് പറയാൻ പറ്റില്ല, ഇത് 500 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയുള്ളത്. കാരണം അതാണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അവസാനിച്ചത് തുടങ്ങുന്നു. 500 തന്നെ ഫീൽ ചെയ്യുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഗോകുലം ജി സ്റ്റോറിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഗോകുലം ഗോപാലൻ അങ്കിൾ ഇന്ന് എല്ലാവർക്കും നമ്മുടെ കുട്ടി കുറുമ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ടാബ് ആണ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാം അല്ലേ അങ്കിളെ? കാരണന്മാർ വീട്ടിൽ ചെല്ലുമ്പോ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും കൊടുക്കണം കുട്ടി, എന്നാലും സന്തോഷം. അതുപോലെയാണ് ഈ ഫ്ലവേഴ്സിൽ വരുമ്പോ അത് ഈ മക്കളെ കാണുമ്പോ അതിൽ എനിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഒരു ചെറിയ അതെ ടാബ് ഈ കുട്ടിക്ക് അടക്കം കൊടുക്കുകയാണെന്ന് കേട്ടോ. ഇവിടുന്ന് പാട്ട് പഠിക്കണം. പാട്ട് ജഡ്ജസ് എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾ ഒരു പാട്ട് പാടിക്കുന്നില്ല എന്നുള്ള സങ്കടം നമുക്ക്. അതെ അതെ, ഞങ്ങളുടെ ഒരു സങ്കടം പറയട്ടെ. 2.5 വർഷം ഇപ്പൊ 3 വർഷമായിട്ട് ഇതിന്റെ കൂടെ കിടന്നിട്ട് സാരിന്ന് 2 അക്ഷരം പറയാൻ അറിഞ്ഞൂടെ. ടാബും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. എനിക്ക് ഇവളെ പറ്റി നല്ല അഭിപ്രായം. പറഞ്ഞു കൊടുത്താ പഠിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു കൊടുക്കുന്നത് ശരിയില്ലാത്തോണ്ട് സമയം. ഇതാരോ ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച. അപ്പൊ ആദ്യം നമ്മുടെ അക്ഷുത്തിനെ വിളിക്കട്ടെ. വെൽക്കം അക്ഷുത് ഓൺ സ്റ്റേജ്.
വെൽക്കം മീനൂട്ടി ഓൺ സ്റ്റേജ്. അതെ, എല്ലാവരുടെയും ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. താങ്ക് യു. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ഗോകുലം ജി സ്റ്റോർ. ഇത്രയും ചെറിയ കുട്ടികൾ അതായത് നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, അതായത് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്ന ഈ കുട്ടികൾ, അവരുടെ നിങ്ങളൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്നും ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഓരോരോ പ്രോത്സാഹനം കൊണ്ടാണ് ഈ ടോപ്പ് സിംഗർ പ്രോഗ്രാം വളരെ ഉന്നതമായി നിൽക്കുന്നത്. അതിന് മാത്രമല്ല ഈ ഇരിക്കുന്ന ജഡ്ജസ് വളരെ ആത്മാർത്ഥമായി അവരുടെ കൂടെ തന്നെ ചേർന്ന് ഒരു കുട്ടികളായി മാറി അവരോട് ഒരു സ്നേഹത്തോടു കൂടി അവരെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അവർക്കും ഇതിന് പ്രോത്സാഹനം ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ഒരു സോങ് ഞാൻ ആരംഭിക്കുമ്പോൾ എന്നോടെല്ലാം ചോദിച്ചിരുന്നു, നിങ്ങളിപ്പോൾ എന്തിനാ ചാനൽ ആരംഭിക്കുന്നത്? പക്ഷേ ശ്രീകണ്ഠൻ നായർ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, തീർച്ചയായും ഇതൊരു വ്യത്യസ്തമായ ചാനലായിരിക്കും. അത് തീർച്ചയാണ്. ആ വ്യത്യസ്തമായ ചാനൽ എങ്ങനെ നടത്തണമെന്ന് അറിയുന്ന ഒരാളെ ഇത് ഏൽപ്പിക്കണം തോന്നും. അങ്ങനെയാണ് ശ്രീകണ്ഠൻ നായർ അതിന് യോഗ്യനായ ആളെന്ന് കണ്ടതുകൊണ്ട് മാത്രമേ ചാനൽ കൊടുത്തത്. ഇന്ന് ഞാൻ തൃപ്തനാണ്, അഭിമാനിക്കുവാണ്. കാരണം ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ചാനലായി ഇന്ന് ഇത് മാറിയിരിക്കുകയാണ്. ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും എന്തും അവരുടെ, കാരണം ഏത് ചാനലുണ്ടെങ്കിലും ഏത് പ്രോഗ്രാം നടന്നാലും ഈ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്ന ചാനലിൽ നേരെ വന്നിരുന്ന് എന്ത് പണി കഴിച്ചാലും മാറ്റി നിർത്തി കാണുന്ന എത്രയോ പേരുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോത്സാഹനം എന്നും മേലെയും ഉണ്ടാകണമെന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് ദൈവം അനുഗ്രഹിച്ച് എല്ലാ തരത്തിലും എപ്പോഴും നല്ലൊരു പേരും പ്രശസ്തി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പൊ ജഡ്ജസിനെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്. ഈ 50ാമത്തെ എപ്പിസോഡിന്റെ ഈ ആഘോഷം കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു പൂർണ്ണ ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ദീപാവലിയും ഈ 50ാമത്തെ എപ്പിസോഡും എല്ലാം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ, ശിശുദിനവും അതെല്ലാം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നിമിത്തമുണ്ട്. അതായത് ഈ ടോപ്പ് സിംഗർ എന്ന പ്രോഗ്രാമിന് ഇത്രയും ഹൈറ്റിലോട്ട് പോകാൻ ഒരു ദൈവത്തിൻ്റെ കടാക്ഷമുണ്ട്. ആ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്ന ആ ശക്തി ഇതിനെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരെയും, കുട്ടികളെ. അതുമാത്രമായിരിക്കാം ഇതിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സിന്ധു തൊട്ടുള്ള ഇവിടുത്തെ എല്ലാ ക്രൂസും, പിന്നെ ശ്രീകണ്ഠൻ നായർ സാർ, വൈഫ്, അവരൊക്കെ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലാണ് ഈ പ്രോഗ്രാമിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം കണ്ടില്ലേ നിൽക്കുന്നത് ഈ കുട്ടികളെല്ലാം. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. എല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ പേർക്കെങ്കിലും ഗോപാലൻ ചേട്ടൻ്റെ ഇനി എടുക്കുന്ന പടങ്ങളിൽ പാടിക്കാനുള്ള അവസരം, അല്ലേ ഏട്ടാ? മാക്സിമം ശ്രമിക്കും. അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥിക്കുക. 50 എപ്പിസോഡുകൾ പിന്നിട്ടു. ശരിക്കും ഇന്നലെ തുടങ്ങിയതുപോലെ ഉണ്ട്. അത്രമാത്രം ആഘോഷവും സന്തോഷവും പെർഫോമൻസുകളും എല്ലാം നിറഞ്ഞ 50 എപ്പിസോഡായിരുന്നു. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ചാച്ചാ നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഈ ദിവസം. എന്തുകൊണ്ട് ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചെന്നെത്തുന്നത് ടോപ്പ് സിംഗറിലാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രധാനമന്ത്രി. കുട്ടികളെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ കുട്ടികൾ വിളിക്കുന്നതാണ് ചാച്ചാ നെഹ്റു. എന്തുകൊണ്ട് കുട്ടികളെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് തന്നെ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. കാരണം കുട്ടികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി. അതുകൊണ്ട് ഈ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ടത്. അതിന് ഏത് മേഖലയിലാണെങ്കിലും നിസ്സംശയം പറയാൻ കഴിയും, ഈ 25 കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല
കലാകാരന്മാരും പാട്ടുകാരുമായി മാറും, അതിനകത്ത് സംശയമില്ല. ഈ പ്രോഗ്രാമിൽ വന്നു തുടങ്ങിയപ്പോൾ തന്നെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നിമിത്തങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു നിമിത്തമാണ് ഇപ്പോൾ കണ്ടത്. 50ാം എപ്പിസോഡും ദീപാവലിയും ചിൽഡ്രൻസ് ഡേയും എല്ലാം കൂടി ഒത്തു വന്ന് കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന രീതിയിൽ തന്നെ ആ ദിവസം ഇപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ കുട്ടികളെ സന്തോഷിക്കുന്ന നമ്മളുടെ കുട്ടികളുടെ കാണപ്പെട്ട ചാച്ചാ നെഹ്റുവായിട്ട് ഗോപാലനങ്ങൾ ഇവിടെ വരുമോ, അവരൊക്കെ സന്തോഷിപ്പിച്ച് അവരുടെ മനസ്സ് നിറഞ്ഞ്, അതും അത്രയും ഒരു വിഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലത്ത് പല കാര്യങ്ങളും എല്ലായിടത്തും സ്റ്റക്കായിരിക്കുകയാണ്. ഒന്നും തന്നെ ആഗ്രഹിച്ച രീതിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടോപ്പ് സിംഗറിൽ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്തെ ലെവലിലാണ് എല്ലാം കാണുന്നത്. ഇവിടെ 50th എപ്പിസോഡ് ഇത്രയും ഗ്രാൻഡായിട്ട് അത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഈ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഇതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും ഇപ്പോൾ ഈ 50ാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും വീണ്ടും പ്രേക്ഷകരുടെ ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷോയുടെ. അത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഗോപാലൻ ചേട്ടൻ്റെയും എല്ലാവരുടെയും സാന്നിധ്യം ഇത് വളരെ മഹത്തരമാക്കുന്നു. ടോപ്പ് സിംഗറിൽ എൻ്റെ തിരിച്ചുവരവ് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷനിൽ തുടങ്ങിയല്ലേ, അതിൽ ഒരുപാട് സന്തോഷം. എത്രയോ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താലും ഇതൊരു റിയാലിറ്റി ഷോ എന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇത്, ഈ ടോപ്പ് സിംഗർ ഫാമിലി. അപ്പോൾ 21 കിഡ്സ് അപ്പോൾ കിട്ടി, ഇപ്പോൾ ഇനി 25 കിഡ്സ് കിട്ടി ഈ പ്രാവശ്യം. അപ്പോൾ എൻ്റെ ഫാമിലി കൂടി വരുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുത്ത ഗോകുലം സാറ്, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് TV അതിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും, ഓഫ് കോഴ്സ് സിന്ധു ചേച്ചി ആൻഡ് ശ്രീകണ്ഠൻ നായർ സർ, ഉഷ ദീദി, അയ്യോ എന്ത് പറയാനാ, അവരെല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലാണ് നമ്മൾ എല്ലാവരെയും നോക്കി അങ്ങനെ. സോ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ജോയ് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മുടെ 50th എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും മധുരമൊക്കെ കഴിക്കണം. നമ്മുടെ കുട്ടീസ് എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ തന്നെ 50th എപ്പിസോഡ് സ്പെഷ്യൽ കേക്ക് സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ അടിച്ച് പൊളിച്ചിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരേക്കും.